ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടിയുള്ള കളറുള്ള സ്വർഗ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പുതിയ എപ്പിസോഡിലേക്ക് മാലാകക്കൂട്ടത്തിൻ്റെ ചങ്ക് കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നിങ്ങൾക്ക് ഊർജം പകരാനായിട്ട് ഈ പ്രോഗ്രാമിനെ കളറാക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് മാപ്രാണം ഹോളി ക്രോസ് ചർച്ചിലെ കൊച്ചു കൂട്ടുകാരാണ്. മിടുക്കന്മാരും മിടുക്കികൾക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൂട്ടുകാരെ, സന്തോഷമാണോ? ആർ യു റെഡി? അല്ല, എനർജിയിൽ പറഞ്ഞു ആർ യു റെഡി? അപ്പൊ ഈ സ്വർഗത്തിലെ ആദ്യ പരിപാടിയാണ്, ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? ഈശോയ്ക്ക് സ്തുതി പാടാം. മാലാഖമാര് സ്വർഗത്തിൽ എന്താ ചെയ്യുന്നത്? ശരിക്കും മാലാഖമാര് സ്വർഗത്തിൽ എന്താ ചെയ്യുക അറിയാമോ? ഈശോയെ സ്തുതിക്കും, പിന്നെ സ്നേഹിക്കും, അല്ലെ, ആരാധിക്കും. ഇവിടെ പരിപാടി വേറെ ഒന്നുമില്ല. സ്കൂളിൽ പോക്കില്ല, പിന്നെന്താ പരീക്ഷയ്ക്ക് പോക്കില്ല, പിന്നെന്താ വേറെ പരിപാടിയൊന്നുമില്ല. കഞ്ഞിയും കറി വയ്ക്കണോ അമ്മയെ പോലെ? വേണ്ട. ജോലിക്ക് പോകണോ പപ്പയെ പോലെ? വേണ്ട. അവിടെ സ്വർഗത്തിൽ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, വർഷിപ്പ്, അല്ലേ? പരിശുദ്ധൻ, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇന്ന് ഈ സ്വർഗത്തിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. ആർ യു റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പഠിച്ചാലോ? മയിലുകൾ കൂടി നൃത്തമാടി, കുയിലുകൾ പിന്നണിയിൽ പാടി, മരം കൊത്തി മരത്തിന്മേൽ തകതിമി താളം, തരികിട തരികിട മേളം. ദൈവസ്നേഹം അറിഞ്ഞുവോ, അറിഞ്ഞുവോ നിങ്ങൾ? പാടിക്കേ. ദൈവസ്നേഹം അറിഞ്ഞുവോ, അറിഞ്ഞുവോ നിങ്ങൾ? അറിഞ്ഞുവോ. ഇത്രേ ഉള്ളൂ, ചെറിയ പാട്ട്, അല്ലേ? സിമ്പിൾ പാട്ട്. അപ്പം ഇത് ഈശോയെ സ്നേഹിക്കുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും, അല്ലേ? അപ്പം അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് കാണിക്കാൻ പോവാണ്. മയിലുകൾ കൂടി നോക്കി. മയിലുകൾ ചെയ്തേ. മയിലുകൾ കൂടി നൃത്തമാടി, കുയിലുകൾ പിന്നണിയിൽ പാടി, മരം കൊത്തി മരത്തിന്മേൽ, മരം കൊത്തി കാണിച്ച്, മരം കൊത്തി മരത്തിന്മേൽ തരികിട തകതിമി തകതിമി മേളം. അടുത്ത് ദൈവസ്നേഹം അറിഞ്ഞുവോ, അറിഞ്ഞുവോ നിങ്ങൾ? അറിഞ്ഞുവോ? ദൈവസ്നേഹം അറിഞ്ഞുവോ, അറിഞ്ഞുവോ നിങ്ങൾ? അറിഞ്ഞുവോ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അപ്പൊ ദൈവസ്നേഹത്തെ കുറിച്ചുള്ളൊരു പാട്ടാണ്. അത് നമുക്ക് ഈശോയുടെ അടുത്ത് നന്നായിട്ടൊന്ന് രസിച്ച് ചെയ്താലോ? അടിപൊളിയായിട്ട് ചെയ്താലോ? ആർ യു റെഡി? നല്ല ഹൃദയത്തിൽ നമുക്ക് ചെയ്യാൻ പോവാണ്. റോയ് ചേട്ടൻ നമുക്ക് നല്ല ഹൃദയൊക്കെ ഇട്ട് തരും. സൂപ്പറായിട്ട് കൈയൊക്കെ അടിച്ച് ചിരിച്ച് കളിച്ച് ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. ഓക്കെ. അങ്ങോട്ട് കിടക്കൊന്ന് നോക്കിയേ, ഒന്ന് പുഞ്ചിരിച്ചേ. മയിലുകൾ കൂടി നൃത്തമാടി, കുയിലുകൾ പിന്നണിയിൽ മയിലുകൾ കൂടി, മയിലുകൾ കൂടി നൃത്തമാടി, കുയിലുകൾ പിന്നണിയിൽ പാടി, മരം കൊത്തി മരത്തിന്മേൽ തകതിമി തരികിട തരികിടമേ. മരം കൊത്തി മരത്തിന്മേൽ, മരം കൊത്തി മരത്തിന്മേൽ തകതിമി തരികിട തരികിടമേ. ദൈവസ്നേഹം, ദൈവസ്നേഹം അറിഞ്ഞുവോ, അറിഞ്ഞുവോ നിങ്ങൾ? അറിഞ്ഞു. ദൈവസ്നേഹം, ദൈവസ്നേഹം അറിഞ്ഞുവോ? മയിലുകൾ കൂടി നൃത്തമാടി, കുയിലുകൾ പിന്നണി സ്പീഡില്. മയിലുകൾ കൂടി, കുയിലുകൾ, മരം കൊത്തി മരത്തിന്മേൽ, മരം കൊത്തി മരത്തിൻ തകതിമി തരികിട തരികിടമേ. മരം കൊത്തി മരത്തിന്മേൽ, മരം കൊത്തി തകതിമി തരികിട
ദൈവസ്നേഹം അറിഞ്ഞുവോ? ദൈവസ്നേഹം അറിഞ്ഞുവോ? അറിഞ്ഞുവോ? നിങ്ങൾ അറിഞ്ഞുവോ? ദൈവസ്നേഹം അറിഞ്ഞുവോ? അറിഞ്ഞുവോ? നിങ്ങൾ അറിഞ്ഞുവോ? അപ്പൊ നമ്മൾ ഈ സ്വർഗത്തില് രണ്ടാമത്തെ രസക്കാഴ്ചയാണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. നിങ്ങൾ വചനം പഠിക്കാറുണ്ടോ? പഠിക്കാറുണ്ട്. ഓ, വചനം പഠിക്കും. ചിലപ്പോൾ ബൈബിൾ ക്യൂസ് ലോഗോസ് ഒക്കെ വരുമ്പോൾ പഠിക്കും. പിന്നെ കാറ്റഗിസം അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ പഠിക്കാറുണ്ട്. വചനം കാണാതെ അറിയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപ്പൊക്കിയാൻ. വചനം എന്തെങ്കിലുമൊക്കെ കാണാതെ അറിയാം. ഒരു ചിലപ്പോൾ ഒരെണ്ണം അറിയുള്ളൂ, ചിലപ്പോൾ രണ്ടെണ്ണം അറിയാം, ചിലപ്പോൾ ഒരു സങ്കീർത്തനം അറിയാം അല്ലേ. കുറച്ച് പേരൊക്കെ ഉണ്ട്. ഹാൻഡ്സ് ഡൗൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്വർഗത്തിൽ വചനം ഭക്ഷിക്കാൻ പോവാണ്. വചനം ഭക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ശക്തി കിട്ടുക അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എവിടേക്ക് ശക്തി കിട്ടും? ആത്മാവിന് ശക്തി കിട്ടുമോ ഭക്ഷണം കഴിക്കുമ്പോൾ? ചിക്കൻ കഴിക്കുന്നു, നൂഡിൽസ് കഴിക്കുന്നു, മന്തി കഴിക്കുന്നു അല്ലെ, ഫ്രൈഡ് റൈസ് കഴിക്കുന്നു. അപ്പോൾ ആത്മാവിന് ശക്തി കിട്ടുമോ? അപ്പോൾ ആത്മാവിന് ശക്തി കിട്ടണമെങ്കിൽ എന്ത് കഴിക്കണം? അതിനു വേണ്ടിയിട്ടാണ് ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഒരു പരിപാടി, വചനം ഭക്ഷിക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് വചനം പറഞ്ഞു തരാൻ പോകുന്നത് ജോബി ജോണൽ അങ്കിളാണ്. അങ്കിള് ഇൻ്റർനാഷണൽ കോർപ്പറേറ്റീവ് കൺസൾട്ടൻ്റ് ആൻഡ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അങ്കിളാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില നല്ല നല്ല കാര്യങ്ങൾ, മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അങ്കിളിനെ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവാണ്. അങ്കിളിൽ നിന്ന് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക ക്ലാപ്പാണ്, ബേബി ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? ബേബി ക്ലാപ്പ്. കൊച്ചുകുട്ടികളോട് കൈയടിക്കാൻ പറഞ്ഞാൽ അവരെങ്ങനെ കൈയടിക്കുന്ന അറിയാമോ? കൊച്ചുകുട്ടികൾ കൈയടിക്കാൻ പറഞ്ഞാൽ നമ്മളെപ്പോലെ സ്കെയിലൊക്കെ വെച്ച് അളന്നിട്ട് സെൻറ്റിമീറ്ററൊക്കെ നോക്കി കൈയടിക്കുമോ? ഇല്ല. കൊച്ചുകുട്ടികൾ കൈയടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ കൈയടിക്കും അല്ലേ, നിഷ്കളങ്കമായിട്ട് കൈയടിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അങ്കിളിനെ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ബേബി ക്ലാപ്പ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാണ് ആ ക്ലാപ്പ്. എങ്ങനെയാണ്? ഓക്കെ, ആർ യു റെഡി? അപ്പൊ ബേബി ക്ലാപ്പ് വഴി നമ്മൾ ജോബി ജോൺ അങ്കിളെ സ്വാഗതം ചെയ്യാൻ പോവാണ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത ബേബി ക്ലാപ്പ്. ഓക്കെ, റെഡി റെഡി റെഡി. അപ്പോൾ നമുക്ക് വചനം ഭക്ഷിക്കാൻ റെഡിയാകാം. നമുക്ക് ബേബി ക്ലാപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി? ബേബി ക്ലാപ്പ്, ഗോ. യെസ്, വെൽക്കം. സ്വർഗത്തിലെ മാലാഖ കുട്ടികളെ, നിങ്ങൾക്ക് സുഖമാണോ? സുഖമാണ്. സന്തോഷമാണോ? സന്തോഷമാണ്. എല്ലാവർക്കും ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴേ ശരിക്കും സ്വർഗത്തിൽ നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, സ്വർഗത്തിലെ മാലാഖകൾ നന്നായിട്ടും ചിരിച്ചേ. എല്ലാവരും ഇരുന്നേ, ശാന്തമായിട്ടിരുന്നേ. ഓക്കെ, പങ്കില് ഒരു സംഭവം പറയാം. ഓക്കെ, സംഭവം പറഞ്ഞതിന് മുൻപ് നമുക്കൊരു വചനം പഠിച്ചാലോ? പുറപ്പാടിന്റെ പുസ്തകം പറഞ്ഞേ. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വചനം. കർത്താവ് എനിക്ക് രക്ഷയും ശക്തിയും സംരക്ഷകനുമാണ്. നിങ്ങൾക്കറിയോ ലോകത്തിലെ ഏറ്റവും വലിയ പീക്ക് കൊടുമുടി ഏതാണെന്നറിയോ? അറിയാം. ഏതാണ്? കറക്റ്റ്, വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, നേപ്പാളിലും ടിബറ്റിലും അതുപോലെ തന്നെ ചൈനയുടെ ബോർഡറിലുള്ള ഹിമാലയത്തിലുള്ളതാണ് മൗണ്ട് എവറസ്റ്റ്. ഏറ്റവും വലിയ പർവ്വതനിര അല്ലേ, മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, ഇത് ആദ്യമായിട്ട് കീഴടക്കിയത് ആരാന്നറിയോ? ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത് ആരാന്നറിയോ? ഇല്ല. ആംഗിൾ പറഞ്ഞു തരാം കേട്ടോ. അതായത് നേപ്പാളിലുള്ള ടെൻസിംഗ് നോർഗയും അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ എഡ്മണ്ട് ഹിലാരിയുമാണ്. ആരൊക്കെയാണ്? ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും. ഓക്കെ, അപ്പോൾ ഇവർ ഏകദേശം ഇത് കീഴടക്കിയ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1953 മെയ് മാസം 29-ാം തീയതിയാണ്. അപ്പോൾ ഈ ഹിമാലയ പർവ്വതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതിൻ്റെ മുകളിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പലരും ഇവരോട് പറഞ്ഞു, ഇത് ഇംപോസിബിളാണ്, ഇത് പോസിബിൾ അല്ല, നടക്കില്ല, കാരണം ഇത് ഒരുപാട് അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ അതിന് പോകണ്ട എന്ന് പലരും ഇവരോട് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട്
ഇന്നും അറിയില്ല കേട്ടോ ആരാണ് ആദ്യം എവറസ്റ്റിൽ കാലുകുത്തിയെന്ന്. അവർ ഒരുമിച്ചാണ് കാലുകുത്തിയത്. ആരൊക്കെയാണ്? ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും. ഓക്കെ, അങ്ങനെ ഇവർ ഇത് കീഴടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ പർവ്വതത്തിൻ്റെ താഴെ വന്ന് ഇങ്ങനെ നോക്കി, ഇങ്ങനെ സ്ട്രെയിറ്റ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ വലിയ പർവ്വതം ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഇവർ പറയുന്നൊരു വാക്കുണ്ട്. ഇവരെന്താ പറഞ്ഞതെന്നറിയോ? ഇവരതിനെ നോക്കി പറയാണ്, ഓ എവറസ്റ്റ്, യു കനോട്ട് ഗ്രോ ബട്ട് വി ക്യാൻ ഗ്രോ. എവറസ്റ്റേ, നിനക്ക് ഇനി വളരാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾക്ക് വളർന്ന് ഇതിനെ കീഴടക്കാൻ പറ്റും. എന്താണ് അവർ പറഞ്ഞത്? നിനക്കിനി ഒരിക്കലും വളരാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾക്ക് വളർന്ന് ഇതിനെ കീഴടക്കാൻ പറ്റും. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയോ? അവർ ആ വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്തു? അവർ ആ വലിയ പീക്ക് കൊടുമുടി കീഴടക്കാണ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിങ്ങളുടെ കൈ ഹാർട്ടിനോട് ചേർത്ത് വെച്ച് പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വചനം. ഏതാണ് വചനം? കർത്താവ് എനിക്ക് ശക്തിയും സംരക്ഷകനുമാണ്. അപ്പൊ ഈ വചനം വെച്ച് നിങ്ങൾ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് വലിയ വ്യക്തികളായിട്ട് മാറാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും എപ്പോഴും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂട്ടുകാരെ, വചനം ഭക്ഷിച്ചോ? നല്ല ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ മനസ്സിനൊരു തൃപ്തിയുണ്ട്. അതേപോലെ വചനമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഫേസും അല്ലേ. ജോബി ജോൺലങ്കിൽ ഇന്ന് ഏത് വചന നിങ്ങളോട് പറഞ്ഞേ? ഓക്കെ, വചനം ഏതായിരുന്നു? കർത്താവ് എനിക്ക് വെരി ഗുഡ്, സൂപ്പറായി. അപ്പം നിങ്ങൾ വചനം നന്നായിട്ട് ഭക്ഷിച്ചു. അപ്പം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നല്ല ശക്തിയായിട്ടും മാറട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗത്തിൽ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? വിശുദ്ധരെ പരിചയപ്പെടാം. നിങ്ങൾ വിശുദ്ധരെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. കാറ്റിസം ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പള്ളിയിലും യൂണിറ്റ് മത്സരങ്ങളിലൊക്കെ വിശുദ്ധരെ കുറിച്ചൊക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് ഈ സ്വർഗത്തിൽ നമ്മൾ വിശുദ്ധരെ കുറിച്ച് പഠിക്കാൻ പോവാം. ശരിക്കും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ദൈവത്തിന് ആരാധന. ദൈവത്തിന് എന്താണ്? മറിയത്തിന് അതിവണക്കം. മറിയത്തിന് എന്താണ്? അതിവണക്കം. ഓക്കെ, വിശുദ്ധർക്കോ വണക്കം. എന്താണ്? വണക്കം. അപ്പൊ ഈ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധരെ കുറിച്ച് പറയാനായിട്ട് ആരൊക്കെയാണ് റെഡി ആയിട്ടുള്ളത്? വിശുദ്ധരെ കുറിച്ച് പറയണം, വചനം പറയണം. ആരാ ഒരുങ്ങി വന്നേക്കുന്നത്? ഓക്കെ, ഈ കൂട്ടുകാർക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ഓക്കെ, മോന്റെ പേര് പറയൂ. എന്റെ പേര് ഒലിവർ ക്രിസ്റ്റോ. ഞാൻ 8ാം ക്ലാസ്സിലെ പഠിക്കണം. ഓക്കെ, ഒലിവർ ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ വിശുദ്ധ ജോൺ നെബുംസിയാനോസിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഒലിവർ പറയുന്ന വിശുദ്ധനെ കുറിച്ചുള്ള കഥ കേൾക്കാം, ചരിത്രം കേൾക്കാം. ആർ യു റെഡി? ഓക്കെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ജോൺ നെബുംസിയാനോസിനെയാണ്. കുമ്പസാര രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ വെടിഞ്ഞ വിശുദ്ധ ജോൺ നെബുംസിയാനോസ് 1330 ബൊഹീമിയയിൽ ജനിച്ചു. ജനിച്ചുടനെയുണ്ടായ മാരക രോഗത്തിൽ നിന്ന് ദൈവമാതാവിന്റെ സഹായത്താൽ സുഖം പ്രാപിച്ചതിന് കൃതജ്ഞതയായി ജോണിനെ ദൈവ ശുശ്രൂഷയ്ക്ക് അയച്ചു. ജോൺ ശാന്തത, പഠന സാമർഥ്യം, ദൈവഭക്തി എന്നീ ഗുണങ്ങൾ നിറഞ്ഞവനായിരുന്നു. രാവിലെ അടുത്തുള്ള ആശ്രമത്തിലെ കുർബാനകളിലെല്ലാം പങ്കുകൊള്ളും. ശേഷമുള്ള സമയം പഠിക്കുമായിരുന്നു. താമസിക്കാതെ തന്നെ ദൈവശാസ്ത്രത്തിലും സഭാ നിയമത്തിലും ബിരുദം നേടി ദൈവിക പട്ടം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വളരെ ഇമ്പമുള്ളതിനാൽ യുവജനങ്ങൾ അവ കേൾക്കാൻ തടിച്ചുകൂടുമായിരുന്നു. 1376 തന്റെ 16ാമത്തെ വയസ്സിൽ വെഞ്ചസ്ലാവോസ് ബൊഹീമിയ രാജാവായി. യൗവനത്തിൽ ലഭിച്ച അധികാരവും പ്രൗഢിയും അവനെ മദ്യപാനിയും അലസനുമാക്കി. എങ്കിലും നോമ്പുകാല പ്രസംഗത്തിനായി ഫാദർ ജോണിനെ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. സംതൃപ്തനായ രാജാവ് അവന് മെത്രാൻ സ്ഥാനവും ചാൻസലർ സ്ഥാനവും വെച്ചു നീട്ടി. പക്ഷേ അവയെല്ലാം ഫാദർ ജോൺ പരിത്യജിച്ചു. രാജാവ് വിവാഹം ചെയ്തത് ബവേരിയ രാജാവ് ആൽബർട്ടിന്റെ മകൾ ജെയിനിനെയാണ്. രാജ്ഞിയുടെ വിശുദ്ധ ജീവിതം രാജാവിന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല.
രാജ്ഞിയെ അദ്ദേഹം സംശയിച്ചു. രാജ്ഞിയുടെ കുമ്പസാരകനായിരുന്ന ഫാദർ ജോണിൽ നിന്നും രാജ്ഞിയുടെ കുമ്പസാര രഹസ്യം രാജാവ് ചോദിച്ചു. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തതിനാൽ രാജാവ് ഫാദർ ജോണിനെ മർദ്ദിക്കുകയും ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുകയും കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. എന്നിട്ടും കുമ്പസാരം രഹസ്യം വെളിപ്പെടുത്താത്തതിനാൽ അദ്ദേഹത്തെ നദിയിലെറിഞ്ഞു കൊല്ലാൻ ആജ്ഞാപിച്ചു. 1383 മെയ് 16 ഘാതകർ ഫാദർ ജോണിന്റെ കൈകാലുകൾ ബന്ധിച്ച് അദ്ദേഹത്തെ മുൾഡ നദിയിൽ എറിഞ്ഞു കൊന്നു. സംഗതി ഗ്രഹിച്ച യുവജനങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരം ഭക്തിപൂർവ്വം സംസ്കരിച്ചു. മെയ് 16 വിശുദ്ധ ജോൺ നെബുംസിയാനോസിന്റെ തിരുനാൾ സഭയിൽ കൊണ്ടാടുന്നത്. കുമ്പസാര രഹസ്യം വിശ്വസ്തതാപൂർവ്വം പാലിക്കുന്നത് ഇന്നും സഭയിൽ തുടരുന്നു. നമുക്കും ഫാദർ ജോണിനെ പോലെ ഈശോയോട് വിശ്വസ്തരായിരിക്കാം. ജയ് ക്രൈസ്റ്റ്. ഒലിവർ വളരെ മനോഹരമായിട്ട് വിശുദ്ധ ജോൺ നെബുംസിയാനോസിനെ കുറിച്ച് പറഞ്ഞു. ഇനി വിശുദ്ധന്റെ ജീവിതാസ്പദമാക്കിയിട്ട് വചനം നമ്മൾ കേൾക്കാൻ പോവാണ്. മോളുടെ പേര് പറയാമോ? എൻ്റെ പേര് മരിയ ജിൽസൺ. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, മരിയ പറയുന്ന വചനം നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ജോൺ നെബുൻസിയാനെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. വിശുദ്ധന്റെ ജീവിതം ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം. വിവേകിയുടെ മരണം അവർ കാണും. കർത്താവ് അവന് നൽകാൻ പോകുന്നത് എന്തെന്നോ അവനെ സുരക്ഷിതനായി കാത്തുകൊള്ളുന്നത് എന്തിനെന്നോ അവർ ഗ്രഹിക്കുകയില്ല. ജ്ഞാനം 4:17. വിശുദ്ധനെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി. ഇന്ന് വിശുദ്ധരെ പരിചയപ്പെടുത്തി വചനം പറഞ്ഞ ഈ രണ്ടുപേർക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്ത കൂട്ടുകാരെ. ഈശോയുടെ കൂട്ടുകാരെ, എന്തോ അപ്പോൾ വിശുദ്ധരെയൊക്കെ പരിചയപ്പെടുത്തി തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാലാഖക്കൂട്ടം. ഈ സ്വർഗത്തില് അടുത്ത കളറുള്ള രസക്കാഴ്ചയാണ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്? അപ്പോൾ നിങ്ങളിലും പല താലന്തുള്ളവരുണ്ട്. പാട്ടുപാടാൻ കഴിവുള്ളവരും, പ്രസംഗം പറയാൻ കഴിവുള്ളവർ, ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവർ, വരയ്ക്കാൻ കഴിവുള്ളവർ, ഇങ്ങനെ കുറേ താലന്ത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ദൈവം എന്തിനാണ് നമുക്ക് ഈ താലന്തൊക്കെ തന്നേക്കുന്നത്? അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ലേ? ശരിക്കും ഓർത്ത് നോക്കിയേ, ഓരോ വ്യക്തിക്കും കൊടുത്ത താലന്ത് അവർ ഉപയോഗിച്ചുകൊണ്ടല്ലേ ലോകം വളർന്നത്, അല്ലേ? ശാസ്ത്രലോകം വളർന്നത് അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും ഉള്ളിലുള്ള താലന്ത് ആർക്കും കൊടുക്കാണ്ട് പുറത്ത് കാണിക്കാണ്ട് അവർ ജീവിച്ച് മരിച്ചിരുന്നെങ്കിൽ ലോകം വളരുമായിരുന്നോ? അപ്പോ നമ്മുടെ ഉള്ളിലുള്ള താലന്ത് വർദ്ധിപ്പിക്കണം. ആർ യു റെഡി? അപ്പൊ ഇന്ന് ഈ സ്വർഗത്തില് താലന്ത് ഈശോയ്ക്ക് കൊടുക്കാൻ ആരൊക്കെയാണ് റെഡി ആയിട്ടുള്ളത്? ഈ കൂട്ടുകാർക്ക് നല്ല കൈ കൊടുത്തേ. അപ്പൊ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോളുടെ പേര് പറയാമോ? എൻ്റെ പേര് അബ്ദുൽ മിൽസൺ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ആള്? എൻ്റെ പേര് സോന പി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, ഇവരുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് ഒരു ഡാൻസ് കളിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? അതെ. അപ്പൊ ഈശോയ്ക്ക് വേണ്ടി ഇവരുടെ താലന്ത് കൊടുക്കാൻ പോവാണ്. നമുക്കതൊന്ന് ആസ്വദിക്കാം.
ഈശോയുടെ മാലാഖമാരെ. എന്തോ അപ്പോൾ താലന്തൊക്കെ നല്ല രസകരമായിട്ട് നമ്മൾ ആസ്വദിച്ചു. ഇനി നമ്മൾ ഈ സ്വർഗത്തിലേക്ക് ഒരു ലാസ്റ്റ് സെഗ്മെന്റ് ഉണ്ട്. ആ ലാസ്റ്റ് സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കാം. നമുക്ക് നല്ലവരാകണമെങ്കിൽ നല്ല ശീലങ്ങൾ വേണം, അല്ലേ? സുഭാഷിതങ്ങളുടെ പുസ്തകം 13:20 വിവേകിയോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരും. നല്ല കൂട്ടുകൂടണമെങ്കിൽ നല്ല കൂട്ടുകാരെ, ചിലപ്പോൾ കാരണന്മാർ പറയില്ലേ, എടി നല്ല കൂട്ടുകാരായിട്ട് കൂട്ടുകൂടണം, എടാ നീ പോകുമ്പോൾ നല്ല കൂട്ടുകാരായില്ല, അങ്ങനെ പറയാറില്ലേ? നിങ്ങളോട് ആരോടെയും പറയോ? കള്ളനോടും കഞ്ചാവ് അടിക്കുന്നവരോട് പോയി കൂട്ടുകൂടാൻ പറയാറുണ്ടോ? അപ്പോൾ വിവേകപരമായിട്ട് നല്ല സ്വഭാവശുദ്ധിയിൽ ജീവിക്കുന്നവരോട് കൂട്ടുകൂടുമ്പോൾ അറിയാണ്ട് തന്നെ, അല്ലേ? കാരണന്മാരൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സൗഹൃദമാണെങ്കിൽ അവരോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും അത് നല്ലല്ലോ, നല്ലല്ലോ, കൊള്ളാലോ, അല്ലേ? അതേപോലെ പോവാലോ എന്ന് തോന്നും. അപ്പോൾ ബൈബിൾ പറയാണ്, വിവേകിയോട് സംസർഗം ചെയ്യുന്നവൻ വിവേകമതിയായി തീരും. ഭോഷനോട് സംസർഗം ചെയ്യുന്നവനോ കൂട്ടുകൂടുന്നവനോ ഭോഷനായി തീരും. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലാമറുള്ള ആളെ സെലക്ട് ചെയ്യണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ചിലപ്പോൾ നിറമില്ലായിരിക്കാം, പക്ഷെ നല്ല ക്യാരക്ടർ ഉണ്ടാവും, അല്ലേ? നല്ല പേഴ്സണാലിറ്റി, നല്ല ബാങ്ക്, നല്ല വീടുള്ള ആൾ, നല്ല ചെത്ത് കാറിലൊക്കെ വരുന്നു, അല്ലേ? അങ്ങനെയുള്ള ആളെ കൂട്ടുകൂടണം എന്നല്ല പറഞ്ഞത് ചേട്ടൻ. എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ബാഹ്യ സൗന്ദര്യമല്ല, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ നോക്കി വേണം നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ, സൗഹൃദം തിരഞ്ഞെടുക്കാൻ. ഓക്കെ, ആർ യു റെഡി? പ്രിയ പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ ഈ സ്വർഗത്തിൽ പഠിച്ച നല്ല ശീലമാണ് സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ബൈബിളിൽ പറയുന്ന പ്രകാരം വിവേകിയോട് കൂട്ടുകൂടുകയാണെങ്കിൽ വിവേകത്വം കിട്ടും, ഭോഷനോട് കൂട്ടുകൂടുകയാണെങ്കിൽ ഭോഷനായിത്തീരും, അവന് നഷ്ടമുണ്ടാകും, നാശമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഈ സ്വർഗത്തിൽ പഠിച്ച ശീലം ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളും ഫോളോ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ ഓരോ സെഗ്മെൻറ്റ് വഴി പോവാണ്. ഒരു പാട്ടും കൂടി നമ്മൾ പഠിച്ച് ഈശോയെ അങ്ങോട്ട് സ്നേഹിക്കാൻ പോവാണ്. ആർ യു റെഡി? കൈയടിച്ചേ. ഈശോയോടൊത്ത് കളിക്കാം, ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയിൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയിൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. സൂപ്പർ, അടിപൊളി, ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്വർഗത്തിൽ ഇനി അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ നല്ല കളിയും ചിരിയൊക്കെ കഴിഞ്ഞു, രസമൊക്കെ കഴിഞ്ഞു. ഇനി വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. എന്ത് ചെയ്യാൻ പോവാണ്? സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്, അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കണം, അല്ലേ? അപ്പോൾ ഒന്ന് കൈയൊക്കെ ഹാർട്ട് ലെവലിൽ ഒന്ന് കൂപ്പി പിടിക്കണം, നിവർന്നിരിക്കണം, കണ്ണക്കടച്ച് നല്ല ഭംഗിയായിട്ട് നല്ല മാലാഖ കുഞ്ഞുങ്ങളെപ്പോലെ നിന്നിരുന്നേ. എന്നിട്ട് ചേട്ടൻ പറയുന്ന പ്രാർത്ഥന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ഈശോയെ, ഈ സ്വർഗത്തിൽ മാലാഖയെ പോലെ ഈശോയോടൊത്ത് രസിക്കാൻ, കളിക്കാൻ, പ്രാർത്ഥിക്കാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധിയിൽ വളർന്നു വരാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അപ്പോൾ കൂട്ടുകാരെ, ഈ സ്വർഗത്തിൽ ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട്. എല്ലാ എപ്പിസോഡിലും ഒരു മാലാഖയെ തിരഞ്ഞെടുക്കാറുണ്ട്. ആ ഒരു സസ്പെൻസാണ് നിങ്ങളുടെ മുന്നിൽ ഇനി പൊട്ടിക്കാനുള്ളത്. ഈ എപ്പിസോഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാലാഖ ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. ഓക്കെ, നോക്കിയാലോ? അപ്പോൾ ഇതിൽ നിന്ന് ഇന്ന് ഡാൻസ് കളിച്ചതിൽ വാ, ഈ മോള് വന്ന് ഇതിൽ നിന്ന് ഒരെണ്ണെടുക്കും. ആരാണ് ഇതിൽ? ഒരു കൈഡി കൊടുത്തേ.
റിവിൻസ് റോയ് ആണ് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മാലാക. പോയിരുന്നു. റിവിൻസിന്റെ കൈയ്യടി കൊടുത്തേ. ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് റിവിൻസ്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, ഈ സ്വർഗത്തിൽ നിങ്ങൾ രസമല്ലായിരുന്നോ? ബോറായിട്ട് തോന്നിയോ? ഇല്ല. എന്നാ വേണം? ഓരോ പരിപാടി, വിശുദ്ധരെ പരിചയപ്പെടലും, താലന്ത്, വചനം ഭക്ഷിക്കൽ, അങ്ങനെ കളറായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. നമ്മളെ കണ്ടും കേട്ടിരുന്ന ആസ്വദിച്ച പ്രേക്ഷകരോട് അവർക്ക് നന്ദി പറയണം. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണ്ടേ? പ്രിയ പ്രേക്ഷകരെ, മാലാകക്കൂട്ടം.com കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഈ സ്വർഗ കാഴ്ചകൾ നിങ്ങളെ ആനന്ദിപ്പിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇത്രയും നേരം ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന്, വാച്ച് ചെയ്തതിന് നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിൻ്റെ മാലാകമാരുടെ വക ഒരു ബിഗ് ക്ലാപ്പ്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഈ സ്വർഗ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. പുതിയ സ്വർഗ കാഴ്ചകളുമായിട്ട്, പുത്തൻ എനർജിയോടെ, പുത്തൻ കളറായിട്ടുള്ള രസക്കാഴ്ചകളുമായിട്ട് ഞങ്ങളുടെ മാലാകൂട്ടം ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുവരെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ.